Hi dear students, improper integralsലെ നെക്സ്റ്റ് ടോപ്പിക് ആണ് absolute and conditional convergence. നമുക്കറിയാം ഒരു ഇന്റഗ്രൽ a to infinity f of x dx എപ്പോഴാണ് നമ്മൾ കൺവേർജന്റ് ആണെന്ന് പറയാ? ഈ f of x dx, if we define capital F of S as integral a to s f of x dx, and if limit s tends to infinity, f of s exits. If this limit exits, we say that this integral is convergent. But എന്താണ് absolute convergence എന്ന് പറഞ്ഞാല് നോക്കുക, if integral a to infinity mod f of x dx converges. f of x ന് absolute value ഇട്ടാല് അത് കൺവേർജന്റ് ആണെങ്കിൽ we say that integral a to infinity f of x dx is absolutely convergent. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? f of x എന്നുള്ള ഫംഗ്ഷൻ മോഡുലസ് ഇട്ട് കൊടുത്താല് കൺവേർജന്റ് ആണെങ്കിൽ we say that the original function is absolutely convergent. Okay, absolute value പറഞ്ഞാല് മോഡുലസ് ആണ്. അപ്പോൾ f of x ന്റെ മോഡുലസിന്റെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ കൺവേർജന്റ് ആണെങ്കിൽ ഇന്റഗ്രൽ a to infinity f of x dx is absolutely convergent. Now we can say that if integral a to infinity f of x mod f of x dx converges, then integral a to infinity f of x dx automatically converges. നോക്കുക, മോഡുലസ് ഇട്ടാല് കൺവേർജന്റ് ആണെങ്കിൽ മോഡുലസ് ഇടാതെ കൺവേർജന്റ് ആണ്. ഈ റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ പ്രൂവ് ദാറ്റ് if integral a to infinity mod f of x dx converges, then integral a to infinity f of x dx converges. അത് നമുക്ക് റിസൾട്ട് പ്രൂവ് ചെയ്യാം. ഇത് പ്രൂവ് ചെയ്യാന് നമുക്കറിയണ കാര്യമാണ് 0 less than or equal to f of x less than or equal to mod f of x, right? ഇനി മോഡ് എഫ് ഓഫ് എക്സ് എല്ലായിടത്തും ആഡ് ചെയ്താല് എന്താണ് വരിക? mod f of x less than or equal to f of x plus mod f of x, right? Less than or equal to 2 times mod f of x, right? Now നമുക്കറിയാം mod f of x എപ്പോഴും greater than or equal to 0 ആണ് നമുക്കറിയാം. Mod f of x is always greater than or equal to 0. So we can say that 0 less than or equal to f of x plus mod f of x less than or equal to 2 times mod f of x. ഇനി ഇത് ഒരു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സും ഇതൊരു ക്യാപിറ്റൽ ജി ഓഫ് എക്സും ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റിന്റെ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. അതായത് ഈ രണ്ട് ഫംഗ്ഷനിൽ വലുത് ഏതാണ്? ഇതാണ്. അപ്പോ ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് കൺവേർജന്റ് ആണെങ്കിൽ ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ഇതും കൺവേർജന്റ് ആയിരിക്കും. ബൈ എന്താണ് പറയാൻ പറ്റുക? ബൈ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ്. By direct comparison test, what we can say? If this integral converges, f of x less than or equal to g of x, വലിയ ഫംഗ്ഷന്റെ ഇംപ്രോപ്പർ ഇന്റഗ്രൽ
കൺവേർജന്റ് ആണെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഇംപ്രോപ്പർ ഇന്റഗ്രലും കൺവേർജന്റ് ആണെന്ന് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം പറയാൻ പറ്റുക. അപ്പൊ നമുക്ക് ഈ തിയറത്തില് നമുക്ക് പറയേണ്ട കാര്യം ഇഫ് ഇന്റഗ്രൽ a to infinity mod f of x dx കൺവേർജസ് ആണ്. അപ്പൊ ഇത് കൺവേർജന്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോ by direct comparison test, if integral a to infinity mod f of x dx, mod 2 ഉണ്ട് 2, yes, 2 into mod f of x dx converges, this converges. അപ്പൊ ഇത് കൺവേർജന്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോ by direct comparison test നമുക്ക് എന്താ പറയാൻ പറ്റുക? Integral a to infinity f of x plus mod f of x dx converges, since integral a to infinity mod f of x dx converges. ഇത് കൺവേർജന്റ് ആയതുകൊണ്ട് ഇതിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കൺവേർജന്റ് ആണ്. അപ്പൊ ഈ ഇന്റഗ്രൽ കൺവേർജന്റ് ആണെന്ന് എങ്ങനെ കിട്ടും? ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് വഴി കിട്ടും. Now what about this integral a to infinity f of x dx ന്റെ കൺവേർജൻസ് ആണ് നമുക്ക് പറയേണ്ടത്. It's equal to integral a to infinity f of x plus mod f of x dx minus integral a to infinity mod f of x dx. അല്ലേ? ഇതിൽ നിന്ന് ഇത് കുറച്ചതല്ലേ ഇന്റഗ്രൽ. Now this converges, നമ്മൾ മുകളിൽ പറഞ്ഞു this converges, therefore this improper integral converges. So if improper integral a to infinity mod f of x dx converges, then integral a to infinity f of x dx automatically converges. ഈ പ്രൂഫ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി തിരിച്ച് ഒരു ചോദ്യം, ഇന്റഗ്രൽ a to infinity f of x dx കൺവേർജന്റ് ആണെങ്കിൽ എന്താ ഇന്റഗ്രൽ a to infinity mod f of x dx കൺവേർജന്റ് ആവോ? ഇത് ശരിയാണോ എന്നുള്ളതാണ്. ഇത് ശരിയല്ല എന്നാണ് ഉത്തരം. എന്തുകൊണ്ട് ശരിയല്ല എന്ന് നമുക്ക് പോകാം. അപ്പൊ ഇങ്ങനത്തെ കേസ് ഉണ്ട്, അതായത് ഇത് കൺവേർജന്റും ഇത് കൺവേർജ് ചെയ്യുന്നു, ഇത് കൺവേർജസ്, ഇത് ഡസ് നോട്ട് കൺവേർജ്. ഇങ്ങനത്തെ കേസ് ഉണ്ടാവും. ഈ കേസില് f of x is conditionally this integral a to infinity f of x dx converges conditionally if integral a to infinity f of x dx converges but integral a to infinity mod f of x dx diverges. In case we say that integral a to infinity f of x dx is conditionally convergent. നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ കൂടി മനസ്സിലാക്കാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. ഇതാണ് എക്സാമ്പിള്. ഈ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. ഷോ ദാറ്റ് integral pi to infinity sin x by x dx is conditionally convergent. കണ്ടീഷണലി കൺവേർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഈ ഫംഗ്ഷൻ കൺവേർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതേസമയം ഈ ഫംഗ്ഷന്റെ അബ്സല്യൂട്ട് വാല്യൂ കൺവേർജന്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. നോക്കുക, നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും വാട്ട് ഈസ് ദ
ആന്റി ഡെറിവേറ്റീവ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പറയാൻ നോക്കുക. ആദ്യം നമ്മൾ ഇന്റഗ്രൽ സൈൻ എക്സ് ബൈ എക്സ് ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ 1/x-ഉം സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സും ആയിട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് ഇതിനെന്താ പറയാ? ഫസ്റ്റ് ഫംഗ്ഷൻ 1/x-ഉം രണ്ടാമത്തെ ഫംഗ്ഷൻ സൈൻ എക്സും. This is equal to integral 1/x into sin x dx. This is equal to first function into integral of second function minus integral of the derivative of first function into integral of second function. Right? Is equal to minus cos x by x. 3 minus ഉണ്ട് minus integral cos x by x square dx. Right? This integral sin x by x dx. നമുക്ക് കാണേണ്ട ഇന്റഗ്രൽ പൈ ടു ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇന്റഗ്രൽ പൈ ടു ഇൻഫിനിറ്റി sin x by x dx എന്തായിരിക്കും? This equal to integral pi to s sin x by x dx limit s tends to infinity. Right? This equal to limit s tends to infinity. നമുക്ക് ഇന്റഗ്രേഷൻ മുകളിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്റഗ്രലിന്റെ വാല്യൂവിന് പൈ ടു എസ് ലിമിറ്റ് കൊടുത്താൽ മതി. അപ്പൊ എങ്ങനെയാണ് വരിക വെച്ചാല് മൈനസ് കോസ് എക്സ് ബൈ എക്സ് പൈ ടു എസ് minus integral pi to s cos x by x square dx. Okay, integration by parts വരുന്നുണ്ട്. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യണം, ഇംപ്രോപ്പർ ഇന്റഗ്രലിന്റെ ഡെഫിനിഷൻ ഉപയോഗിക്കണം, ഒക്കെ വരുന്നുണ്ട്. Now this equal to limit s tends to infinity. ഇത് അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ മൈനസ് കോസ് എസ് ബൈ എസ് പ്ലസ് cos pi by pi, right? Minus integral pi to s cos x by x square dx. Now, limit s tends to infinity. Minus cos s by s ഇനി ഈ ലിമിറ്റിൽ ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കറിയാം എന്താ കോസ് എസ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1 എന്നുള്ളത്. അപ്പോൾ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത -1/s ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് എസ് ബൈ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/s, right? That is limit s tends to infinity -1/s less than or equal to limit s tends to infinity cos s by s less than or equal to limit s tends to infinity 1/s. Since both these are zeros, by sandwich theorem this limit equal to 0. So this term converges. What about the second term? Cos pi is -1/pi. This is a convergent term. Now what about the convergence of this term? ഈ ടേമിന്റെ കൺവേർജൻസ് പറയാൻ നമുക്ക് ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ അവിടെ ശരിക്കും ഇന്റഗ്രൽ പൈ ടു ഇൻഫിനിറ്റി കോസ് എക്സ് ബൈ എക്സ് സ്ക്വയർ ഉണ്ടാവുക. നോ
ആ ഇന്റഗ്രലിനെ ഡീൽ ചെയ്യാൻ വാട്ട് ഈസ് cos x by x square, absolute value of that. This is equal to mod cos x divided by x square, which is less than or equal to 1 by x square. And our limit of integration is pi to infinity. Now what about pi to infinity 1 by x square dx is convergent. അല്ലെ, വണ്ണിനേക്കാളും വലിയ ഏത് ഇന്റർവലും 1 to infinity 1 by x square dx is convergent. ഇത് കൺവേർജന്റ് ആണ്. So this is convergent. This improper integral is convergent by direct comparison test. എന്താ പറയാൻ പറ്റുള്ളൂ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം? ഇന്റഗ്രൽ pi to infinity mod cos x by x square dx is convergent എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് കൺവേർജന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ആവശ്യം അവിടെ മോഡുലസ് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ പറയാൻ പറ്റുക? Therefore integral pi to infinity cos x by x square dx is absolutely convergent. കാരണം അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ കൺവേർജന്റ് ആണ്. ഇനി absolutely convergent ആണെങ്കിൽ therefore integral pi to infinity cos x by x square dx is convergent. Absolutely convergent ആണെങ്കിൽ that is convergent. So this is convergent means, again come to this term, this convergent and this term is convergent. Therefore the RHS is convergent, so that integral pi to infinity sin x by x dx is convergent. അതാണ്. നമുക്ക് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഇന്റഗ്രൽ പൈ ടു ഇൻഫിനിറ്റി sin x by x dx is not absolutely convergent. എങ്ങനെ പറയും നോക്കാം, എങ്ങനെ ഇത് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് അല്ല എന്ന് പറയും എന്ന് നോക്കാം. നമ്മൾ ആദ്യം പൈ ടു എൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്ക് പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 ഇൻട്ട് പൈ എന്ന് പറഞ്ഞാൽ 3.142 ഇൻഫിനിറ്റി. ഇതിനെ നമ്മൾ ഈ ഇന്റർവെലിനെ 2 പൈ 3 പൈ 4 പൈ അങ്ങനെ ഒരു വലിയ എൻ എടുക്കുക, എൻ പൈ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മള് വാട്ട് ഈസ് ഇന്റഗ്രൽ പൈ ടു എൻ പൈ sin x by x dx. We consider this integral and ഈ പൈകളിലൂടെ ഇതിന് ഇൻഫിനിറ്റിയിലേക്ക് പോലെ when n becomes very large or when capital N tends to infinity, this integral coincides with the above integral. Now this can be written as integral pi to 2 pi sin x by x, right? Sorry, നമുക്ക് absolute convergence ആണ് പറയേണ്ടത്. absolutely convergent ഇതിന്റെ മോഡുലസ്, റൈറ്റ്? ഇതിന്റെ മോഡുലസ് ആവുമ്പോ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ പൈ ടു എൻ പൈ മോഡ് സൈൻ എക്സ് ബൈ എക്സ് ഡി എക്സ്. എക്സിന് മോഡുലസ് ആവശ്യമില്ല, കാരണം എന്താണ്, എക്സ് പൈ മുതൽ മുകളിലേക്കാണോ, എക്സ് ഈസ് പോസിറ്റീവ്. പക്ഷെ സൈൻ എക്സ് എന്താവും വെച്ചാൽ ഏത് ഇന്റർവെല്ലും നെഗറ്റീവും പോസിറ്റീവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 2 പൈ ലെങ്ത് ഉള്ള ഇന്റർവെല്ലില് സൈന് നെഗറ്റീവ് പോസിറ്റീവ് ആയി മാറുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതും. Now this can be written as integral pi to 2 pi mod sin x
by x dx plus integral 2 pi to 3 pi mod sin x by x dx plus integral 3 pi to 4 pi mod sin x by x dx plus etc. plus integral n minus 1 pi to n pi mod sin x by x dx. Right. Clear ആണല്ലോ? Now this can be written as integral n pi to n plus 1 pi sigma n equal to 1 to capital N minus 1. n1 number 1 pi to 2 pi. n minus 1 number n minus 1 pi to n pi. So this ഈ ലോവർ ലിമിറ്റിലൂടെ ലിമിറ്റ് എടുത്ത് നോക്കിയാൽ മതി. ലോവർ ലിമിറ്റ് n pi ആണ്, മറ്റേത് n plus 1 pi ആണ്. So this can be written as mod sin x divided by x dx. Okay. നമുക്ക് എക്സിന്റെ പരമാവധി വില n plus 1 pi ആണ്. അപ്പോൾ ഈ ഇന്റഗ്രലിന്റെ മിനിമം വില, അതായത് ഇതിന്റെ എക്സ് മാക്സിമം ആകുമ്പോഴാണ് ഇന്റഗ്രൽ മിനിമം ആവുക. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് greater than or equal to sigma n equal to 1 to n minus 1 integral n pi to n plus 1 pi mod sin x divided by x in the maximum value n plus 1 pi. X maximum ആകുമ്പോൾ this integral minimum ആവാണ്, കാരണം ഡിനോമിനേറ്റർ വലിയ വാല്യൂ എന്നാൽ ക്വാണ്ടിറ്റി കുറയാണ്. X, right? Yes. This can be written as this greater than or equal to, or this equal to sigma n equal to 1 to n minus 1 1 by n plus 1 pi into integral n pi to n plus 1 pi mod sin x dx. Okay. Now we put the substitution. X equal to u plus n pi. അപ്പോൾ ഇന്റഗ്രലിന്റെ ലിമിറ്റ് മാറും, ഇവിടെയും മാറും അല്ലെ. എക്സ് ഈക്വൽ ടു യു പ്ലസ് എൻ പൈ കൊടുത്താല് എക്സ് ഈക്വൽ ടു എൻ പൈ ആണല്ലോ ഇവിടെ ലോവർ ലിമിറ്റ്. അപ്പൊ എൻ പൈ വെൻ എക്സ് ഈക്വൽ ടു എൻ പൈ എന്താ എൻ പൈ ഈക്വൽ ടു യു പ്ലസ് എൻ പൈ എന്നാവും. ദാറ്റ് ഈസ് യു ഈക്വൽ ടു 0. റൈറ്റ്. Again, when x equal to n plus 1 pi, n plus 1 pi equal to u plus n pi, that is u n pi plus pi equal to u plus n pi, that is u equal to pi എന്നട്ട്. So this integral becomes, or this becomes, this equal to sigma n equal to 1 to capital N minus 1 1 by n plus 1 pi into integral n pi to n plus 1 pi എന്തായി മാറും 0 to pi mod sin u plus n pi dx equal to du ആവും അല്ലെ. dx equal to du ആവും. dx equal to du ആവും. Now what is sin u plus n pi? Sin u plus n pi എന്താണ് വരിക? is equal to sin u sin n pi plus cos u, sorry, sin u cos n pi, right? Cos n pi plus cos u sin n pi.
sin n pi 0 ആയതുകൊണ്ട് this is equal to sin u into cos n pi. Cos n pi എന്ന് പറഞ്ഞാൽ എന്താ വരിക? cos pi എന്താണ് -1, cos 2pi എന്താണ് +1. അപ്പോ this equal to cos n pi equal to plus or minus 1. It's equal to plus or minus sin u. Therefore, mod sin u plus n pi equal to mod sin u and mod sin u equal to നമ്മുടെ ഇന്റഗ്രൽ ലിമിറ്റ് എന്താണ്? 0 to pi ഫസ്റ്റ് 2 ക്വാഡ്രന്റ് ആണ്. സൈന് പോസിറ്റീവ് ആണ് അല്ലേ? അപ്പോ the above integral becomes that's equal to എന്താണ് അവിടെ മാറ്റം വരിക നോക്കുക? equal to sigma n equal to 1 to n minus 1 1 by n plus 1 pi integral 0 to pi mod sin u plus n pi എന്തായി മാറും? mod sin u du. mod sin u is sin u du. മോഡുലസ് ആവശ്യം ഉണ്ടാവില്ല, കാരണം 0 to pi sin theta is always positive. മുകളിൽ ലെവലിൽ പക്ഷെ ഇവിടെ ചെയ്യാം. Now this is equal to sigma n equal to 1 to n minus 1 1 by n plus 1 pi into sin u integrate the minus cos u 0 to pi cos pi minus 1 അല്ലേ? cos pi minus 1 cos 0 1, so this is equal to minus of 1 plus 1 2, this is equal to 2 അല്ലേ? അപ്പൊ 2 by this is equal to 2 by pi into sigma n equal to 1 to n minus 1 1 by n plus 1. Okay, when capital N becomes large, this term diverges. When capital N becomes very large, the right hand term diverges and the original series, this series diverges. So ഇത് n ആവുമ്പോൾ പ്രശ്നമില്ല, പക്ഷെ n എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പർ ആണ്. If we let capital N tends to infinity, as n tends to infinity, the term on RHS for the series ആയി മാറും. The series on RHS diverges and hence this diverges ഇതിനേക്കാളും ചെറുതാണ് എന്താ പറയാ, ഈ മുകളിലുള്ള ഇന്റഗ്രലിനേക്കാളും ചെറുതാണ്, ഇതിനേക്കാളും ചെറിയ, അല്ലെങ്കിൽ ഈ ഇന്റഗ്രല്. സോ ദിസ് ഇന്റഗ്രൽ ഈസ് ഗ്രേറ്റർ ദാൻ ഇൻഫിനിറ്റി എന്നാണ് കേട്ടോ. സോ ദിസ് ഇന്റഗ്രൽ ഡൈവേർജസ് when n tends to infinity. This approaches integral 0 to infinity integral 0 to infinity mod pi to infinity mod sin x by x dx diverges. Therefore, integral pi to infinity sin x by x dx is not absolutely convergent, so it is conditionally convergent. This integral is conditionally convergent. Okay.